ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എൻ്റെ വീടിൻ്റെ ഇവിടെ കുറച്ച് നമുക്ക് ഈ ഫ്രൂട്ട്സ്, എൻ്റെ അമ്മ കുറച്ച് ഫ്രൂട്ട്സ്, നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഭയങ്കര ഫ്രൂട്ട്സൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്, നട്ട് വയ്ക്കാനും അതിനെ ഭയങ്കരമായിട്ട് പരിപാലിക്കാനൊക്കെ. സോ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. സോ നമുക്ക് അതൊക്കെ ഇന്ന് കാണാൻ പോവാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, അതിനൊക്കെ അടുത്ത് കഴിക്കാം. സോ നോക്കാം, വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ കുറഞ്ഞു വരെയാണ്. സോ എന്തെങ്കിലും ഉണ്ടാ നോക്കാം. ഓക്കെ, കമൺ ഗൈസ്. അവിടെ मेरा कितने नहीं हो दिल लगना ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പേരയ്ക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ ടെറസിൽ നിന്നാലേ കാണാൻ പറ്റും. നമുക്ക് ടെറസിലോട്ടേക്ക് പോകാം. അവിടെ നിന്ന് നമുക്ക് എല്ലാ സാധനവും കാണാൻ പറ്റും. അവിടെ നിന്ന് എങ്ങനെ ഞാൻ ഓരോ തരം നിങ്ങൾക്ക് എന്നെ കാണിച്ചിട്ട് ഓക്കെ കമോ പറഞ്ഞ പേരമരം, പേരയ്ക്ക ദാ നിൽക്കണമെങ്കിൽ സാധനമാണ്. ഞാൻ നോക്കിയിട്ടെല്ലാം പിഞ്ച് പേരയ്ക്കകളാണ് നിൽക്കുന്നത്. ഡ്രസ്സെല്ലാം ഉണക്കായിട്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാണുന്നുണ്ട്. ഇതെല്ലാം പിഞ്ച് പേരയ്ക്കകളാണ് നിൽക്കുന്നത്, എല്ലാം പിഞ്ചാണ്. സോ വേറെ ഇവിടെ നിറയെ നിൽക്കുന്നുണ്ട്, സംഭവം നിൽക്കുന്നുണ്ട്, ഐറ്റംസ് ഉണ്ട്, പക്ഷെ എല്ലാം പിഞ്ചാണ് ഗൈസ്. ഇവിടെ മുകളിലെല്ലാം നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. പക്ഷെ ഒത്തിരി നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട്, എല്ലാം പിഞ്ചാണ്, ഒന്നുപോലും വിളഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയത്. പക്ഷെ ഇനി വിളയുമ്പോൾ ആണ് സീന്. നമുക്ക് കിട്ടിയ ഭാഗ്യം, ഒരു 2-3 കിട്ടിയ ഭാഗ്യം. എല്ലാം വന്ന് ഈ വവ്വാല് അങ്ങനത്തെ എല്ലാം വന്ന് കൊത്തി കഴിച്ചിട്ടങ്ങ് പോകും. നമുക്കങ്ങനെ കിട്ടാറില്ല, കിട്ടുന്നത് റെയറാണ്. സോ അതാണ് ഞാൻ നേരത്തെ വന്ന് ഇവിടേക്ക് ഒന്ന് തപ്പാൻ നോക്കിയത്, ഭാഗ്യമില്ല. ഓക്കെ, അത് ചക്ക കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ വീട്ടിലെ പ്ലാവ്. ഇതാണ് പ്ലാവ്. മുകളിലോട്ടൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി ഇലകളെല്ലാം കൊണ്ടും മറിയും. ഒത്തിരി ഉണ്ട്, പക്ഷേ ഇപ്പം കണ്ടുകൂടെ, വിളഞ്ഞില്ല, പഴുത്തില്ല, അതാണ് സംഭവം. ഇതാണ് എൻ്റെ വീട്ടിലെ കാരയ്ക്കമരം. ഇതാണ് കാരയ്ക്കമരം. ഇത്രയും വലിയ കാരയ്ക്കമരമാണെങ്കിൽ കാരയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ 1-2 ആണ്. അതും താഴെ വീഴുന്ന കാരയ്ക്കുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ നിൽക്കുന്നതാണ് ആത്തിച്ചക്ക. ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ ശീമച്ചക്ക ഉണ്ട്. ഇവിടെ ആനമുന്തിരി എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അത് ഇപ്പം ഇല്ല, മരത്തിലില്ല. ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ താഴെ ഇറങ്ങിയിട്ട് വേണം ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ ശീമച്ചക്ക ഉണ്ട്. നിങ്ങൾ കാണുന്ന ആ മരം കണ്ടു, അതാണ് അയണിച്ചക്ക. ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട മരം എന്ന് പറയുന്നത് അതാണ്. ഞാൻ അത് ഏറ്റവും വൃത്തികെട്ട മരം എന്ന് പറയാൻ കാരണം അത് അങ്ങ് മുകളിലാണ് നിൽക്കുന്നത്, നല്ല ഉയരെയാണ് നിൽക്കുന്നത്. സോ നമുക്കതിനെ പെട്ടെന്ന് അടുത്തെടുക്കാൻ പറ്റില്ല. റിസ്ക്കാണ്. വെറുതെ ഇതിനാണ് റിസ്ക് എടുക്കുന്നത്. അത്രയ്ക്ക് അങ്ങ് ലോങ് ആണ്. നമ്മൾ തോട്ടം വെച്ച് നടത്താനും അതിന് പറ്റില്ല. കുറച്ച് അതും നിറയെ അയണിച്ചക്ക വന്ന് വീഴും, അതിൽ കുറച്ചൊക്കെ മാത്രമേ കൊള്ളാമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ അയണിച്ചക്കയുടെ ആ സീസണാകുമ്പം ഞങ്ങൾ ടെറസെല്ലാം മെത്ത കൊണ്ട് പൊതിഞ്ഞതുപോലെയാണ് കിടക്കുന്നത്. ടെറസ് ഞങ്ങളുടെ ഈ സൈഡിലെ മുറ്റവും ഫുള്ളും മെത്ത കൊണ്ട് പൊതിഞ്ഞലാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ എല്ലാം മുറ്റമെല്ലാം അടിച്ചിട്ടെന്ന് വെച്ചു, ഒരു 10 മിനിറ്റ് വന്ന് നോക്കുമ്പോൾ ഒരു കാറ്റടിച്ച് വീണ്ടും അതേ സെയിം കണ്ടീഷനാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. അതേപോലെ തന്നെ ടെറസിൽ നമ്മൾ അശയിൽ ഡ്രസ്സെല്ലാം കൊണ്ട് വിരിച്ചിടുമ്പോൾ എണിച്ചൊക്കെ വീണ്ടും ടക്ക് എന്ന് പറഞ്ഞ് ഫുള്ളായിരിക്കും. ഒരു സൈഡിലത്തെ അശയിൽ ഡ്രസ്സ് പോലും വിരിച്ചിടാൻ പറ്റും. ഭയങ്കര കഷ്ടപ്പാടാണ്. സോ പെട്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് അയണി മരം. ഇങ്ങനെ പെട്ടെന്ന് വെട്ടണം, പക്ഷേ ആളെ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ വെട്ടാത്തത്. കുറേ നാളിപ്പോൾ മഴയും അങ്ങനെ സീസണൊക്കെ ആയിരുന്നല്ലോ. സോ അതുകൊണ്ട് ആളെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അവൻ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ തീർന്നാക്കി നിൽക്കുന്നത്. ഈ പേര് അറിവ് കേട്ടോ, എന്തോ ഒരു സാധനം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ. ഓക്കെ, അത് ഫ്രൂട്ടല്ല. സോ ഗായ്സ്, ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. താഴോട്ട് ഇറങ്ങി നമുക്ക് ബാക്കി സാധനം കാണാം. പക്ഷേ അതിന് മുമ്പ് താഴോട്ട് എന്തായാലും ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം കൂടെ എടുത്തിട്ട് ഇറങ്ങി. എനിക്കിനി വയ്യ, വീണ്ടും കയറി ഇറങ്ങി എനിക്ക് വയ്യ, എന്തിനാണ് വെറുതെ. സോ നമുക്ക് ഈ ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ടിട്ട് പിന്നെ നമുക്ക് ചുറ്റാൻ പോകാം. ഓക്കെ, എൻ്റെ കൈ മൊത്തം ഡ്രസ്സാണ്. എൻ്റെ കൈ കണ്ടുകൂടാ. ഹലോ കണ്ടല്ലോ. ഞാൻ എന്തായാലും ഇത്രയും കൊണ്ടിട്ട് നമുക്കിനി അടുത്ത് കാണാം. ഓക്കെ,
എല്ലാം കൂടെ താഴെ പോകുന്നു. ഒരു കയ്യിൽ ഫോണും കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. സോ ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് ഫോൺ. ഓക്കെ ബൈ. സോ ഞാൻ ഡ്രസ്സെല്ലാം കൊണ്ട് വെച്ചു. സോ എന്താണ് ഇനി ബാക്കി നമുക്ക് കാണാൻ പോകണ്ടേ. ഓക്കെ ബാ. ഇതെല്ലാം എൻ്റെ അമ്മയുടെ എന്താണ് പരിപാലനമാണ് ഈ ചെടികളെല്ലാം. ഇതിലൊന്നും എനിക്കൊരിത് ബന്ധവുമില്ല. എല്ലാം എൻ്റെ അമ്മയുടേതാണ്. ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഓക്കെ എൻ്റെ മോൻ നിൽക്കുകയാണ്. മോനെ ടാറ്റാ ടാറ്റാ. ദേഷ്യം. അടുത്ത് ഞാൻ വിളയിലോട്ട് വന്നു. ടെറസിൽ നിന്ന് ഞാൻ ഇപ്പോൾ താഴോട്ട് വിളയിലോട്ട് വന്നതാണ്. എല്ലാം ഡ്രസ്സെല്ലാം കൊണ്ട് വെച്ചു. സോ ഇത്ര ആയി ഇന്ന് ഞാൻ. നമുക്ക് അടുത്തത് കാണാം. ഇത് തെങ്ങൊക്കെ വേണോ? വേണ്ട. ഫ്രൂട്ട്സിൽ നമ്മൾ കാണുന്നത് ഇതാണ് ആനമുന്തിരിയുടെ മരം. ഇത് ആനമുന്തിരിയുടെ മരമാണ്. സോ ആനമുന്തിരി വല്ലപ്പോഴേ കിട്ടും. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒന്നും അത്ര പ്രിയമില്ല, താല്പര്യമില്ല. ഗൈസ് പണ്ട് ഒരു 10ാം ക്ലാസ് അല്ല, ഒരു 8ാം ക്ലാസ് വരെയൊക്കെ എൻ്റെ പപ്പ ഇവിടെ ഫുള്ളും വാഴയായിരുന്നു നട്ടിരുന്നത്. ഫുള്ള് ഇവിടെ എല്ലാം വാഴയെന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കി കുറേ വാഴ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മടുത്ത് വാഴ കൃഷി. പപ്പയ്ക്ക് എന്നെ പോലെയാണ്, ചുമ്മാ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കൃഷി ചെയ്യണ അങ്ങനത്തെ അത്ര താല്പര്യമുള്ള ആളല്ല. എന്തെങ്കിലും ഭയങ്കരമായിട്ട് കൃഷികളോടൊന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിക്കാനും വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയാണ് ഇതിനൊക്കെ കൂടുതലും കെയർ ചെയ്യുന്നതൊക്കെ. സോ പണ്ട് ഇവിടെ ഫുള്ളും വാഴകളായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കണം. സോ ഗായ്സ് അടുത്ത് നമുക്ക് ആത്തിച്ചക്ക കാണാൻ പോകും. ആത്തിച്ചക്ക എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആത്തിച്ചക്ക എന്ന് വെച്ചാൽ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമുക്കൊരു ആളെ കാണാം. ഒരു ആളെയും കൂടെ കണ്ടിട്ട് പോകാം. ഹലോ. ഹായ് പറയാം ഹലോ പറയും. ഇതാണ് ഞാൻ പറഞ്ഞ ആത്തിച്ചക്ക. ഇത് ആത്തിച്ചക്ക. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത്ര താല്പര്യമില്ല ഗായ്സ്. സോ അടുത്തെന്തുണ്ട്? എത്രാമത്തെ സോയെന്ന് കഴിഞ്ഞാൽ മാവുണ്ട്. പക്ഷേ അത് കുഞ്ഞാണ്. അതിൽ ഒരു തവണ എന്തോ പൂ വന്നു. പക്ഷേ അത് കാച്ചൊന്നുമില്ല. പിന്നെ ജാമ്പ മരമുണ്ട്. അതിൽ ജാമ്പയ്ക്ക് കാണാൻ ചാൻസ് ഇല്ല. ലാസ്റ്റ് ഒരു കൊല ഉണ്ടായിരുന്നു. അതിനെ അമ്മ എടുത്ത് കഴിഞ്ഞു. സോ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. ഈ സോയെ ഞാൻ വെട്ടിക്കൊല്ലും. ഞാൻ സോ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവെന്ന് മാവ്. ഈ മാവിൽ ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ കുഞ്ഞാണ്. പക്ഷെ വലുതായി പടർന്നു വന്നു. ഇതാണ് ജാമ്പയ്ക്ക മരം. ജാമ്പയ്ക്ക മരത്തിൽ കൂടെ വാഴയും കൂടെ മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്തോ. ഇത് റംബുട്ടാൻ മരമാണ്. ഇപ്പം കുഞ്ഞ് ആയതേ ഉള്ളൂ. ഇനി വലുതായി വരണം. ഇനി എപ്പം വലുതാവോ എന്തോ നമുക്ക് നോക്കാം. സോ ഗായ്സ് ഞാൻ പേരയ്ക്ക കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണല്ലേ തുടങ്ങിയത്. എനിക്ക് പേരയ്ക്ക കാണിച്ചു തരാത്തതുകൊണ്ട് ഭയങ്കര എന്തോ സങ്കടം പോലെ. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചുപ്പയുടെ വീട്ടിൽ വന്നു. അവിടെയും പേര ഒത്തിരി ഉണ്ട്. പേരയ്ക്കയുണ്ട്. നമുക്ക് അവിടെ പോയി പേരയ്ക്ക കാണാം. എന്നെ കാണാമോ? ഞാൻ ഇവിടെ എത്തി. അപ്പുറത്ത് തന്നെ എൻ്റെ വീട് ഇരിക്കുന്നു. മതിൽ കഴിഞ്ഞാൽ അപ്പുറം ഇതെൻ്റെ മതിൽ. ഗായ്സ് ഇവിടുത്തെ പേര എൻ്റെ അവിടത്തേക്കാളും കുറച്ചുകൂടെ വലുതായി. നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വിളഞ്ഞില്ല. എങ്കിലല്ലേ അടത്തിട്ട് കാര്യമുള്ളൂ. എങ്കിലും സന്തോഷമായി. ഒരു പേരയ്ക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ തളർന്നു. ഫുള്ള് വെയിലത്തൂടെയാണ് ഇങ്ങോട്ടൊക്കെ നടന്ന് എനിക്ക് വയ്യ. അപ്പോഴാണ് ഈവനിങ് കൂടെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ പറയാം. ചെയ്യും. ഓക്കെ.